Good morning, dear children. Good morning, Miss. How are you? How are you? How are you? Good morning, Miss. Good morning. Good All of you mark your attendance. Rayan, where are you going, Rayan? Attendance. Rayan. Oh. പോയതാണ് വീട്ടിലേക്ക് പോയോണ്ടുണ്ട്. Which temple? അയ്യപ്പന്റെ അടുത്ത്. Ayyappa's temple, അല്ലേ? Okay. മാസ്ക് ധരിച്ചോ, മാസ്ക് ഒന്ന് മാറ്റിയിടണ്ട, മാസ്ക് ഇട്ടോളൂ. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മാസ്ക് വേണം, സാനിറ്റൈസ് ചെയ്യണം. നമുക്കിപ്പോ വീണ്ടും കൊറോണ വൈറസിന്റെ വേറൊരു വകഭേദം വന്നിട്ടുണ്ടല്ലേ. നമുക്ക് എപ്പോഴാ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം, സുരക്ഷിതരായിട്ട് ഇരിക്കുക കേട്ടോ. നമുക്ക് എവിടുന്ന് എന്താണ് വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഇനി. അതുകൊണ്ട് നന്നായിട്ട് ഇരിക്കുക, അനാവശ്യമായിട്ടൊന്നും പുറത്തേക്ക് പോകണ്ട, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. നമസ്തേ മിസ്. നമസ്തേ. നമസ്തേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? എന്താണ് നമ്മൾ ഇന്ന് നമുക്ക് റിവിഷൻ തന്നെയാണല്ലേ. ഇന്നും കൂടെ നമ്മൾക്ക് റിവിഷൻ ചെയ്ത് ഇനി നെക്സ്റ്റ് വീക്കിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. കാ വരെയാണോ അല്ല വ്യഞ്ജനാക്ഷരങ്ങളാണോ എഴുതിയത് നമ്മള്? ഡിറ്റേഷൻ ഉണ്ട്, അത് എഴുതാം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ആയിട്ട് കാ മുതൽ മാ വരെയുള്ള ലെറ്റേഴ്സ് ആണോ എഴുതിയത്? ഒരു പേജിൽ 2 പ്രാവശ്യമായിട്ട് വ്യഞ്ജനാക്ഷരങ്ങള് ആണോ? യെസ്. എത്ര പേര് ഹോംവർക്ക് ചെയ്തു? എത്ര പേര് ചെയ്തു? വൈഗ ചെയ്തു, ഷാസില്, അഭിനവ്. എന്ത് നല്ല കുട്ടികളാണെന്നറിയോ UKG-ല്. ഫസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിലുള്ള കുട്ടികൾ പറഞ്ഞ മടി പിടിച്ചിരിക്കുക, നോട്ട് ബുക്ക്. ഞാൻ കണ്ടു, നിങ്ങളുടെ ഹോംവർക്ക് ഒക്കെ കണ്ടിട്ട് മിസ് സമയം കിട്ടുമ്പോഴൊക്കെ അത് ചെക്ക് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, സ്റ്റിക്കർ അയച്ചു തരും. കണ്ടു മക്കൾ, എല്ലാവരുടെയും കണ്ടു. ഞാൻ അതല്ല പറഞ്ഞു, UKG-ലെ കുട്ടികൾ എല്ലാവരും തന്നെ നല്ല ഭംഗിയായിട്ട് ലെറ്റേഴ്സ് എഴുതുന്നുണ്ടോ? അൻവിധിയൊക്കെ എഴുതി കഴിഞ്ഞു മിടുക്കിയായിട്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്? നിങ്ങളെല്ലാരും കേൾക്കുന്നില്ലേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ വെറുതെ ആയോ? അതെയോ? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. UKG-ലെ എന്റെ കുട്ടികൾ എല്ലാവരും തന്നെ ഹിന്ദിയുടെ ഹോംവർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേപോലെ ലെറ്റേഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിച്ചു. അത് നല്ല സ്പേസ് വിട്ട് എഴുതി നല്ല നീറ്റായിട്ട് എഴുതാൻ അവർ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, അതുകൊണ്ട് മിസ്സിന് ഭയങ്കര സന്തോഷമാണ്. നല്ല കുട്ടികളാണ് നിങ്ങൾ. ഇനി ഫസ്റ്റ് ക്ലാസ്സിലോട്ട് സ്കൂളിലോട്ട് വരുമ്പോ ഹിന്ദി ലെറ്റേഴ്സ് അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവരുത്. എല്ലാവർക്കും അറിയണം. ഫസ്റ്റില് നമ്മള് പുതിയ വേർഡ്സ് പഠിക്കാണ്, ചിഹ്നങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ലെറ്റേഴ്സ് എല്ലാം നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. എവിടെന്ന് ചോദിച്ചാലും ആ ലെറ്റർ ഇതാന്ന് പറയാൻ പറ്റണം. Okay. Then all of you take your 2-line copy. Akshardeep, no? Notebook. Take your Hindi notebook, back page. Take back page. Five minutes
വീട്ടിലെത്തും ഞാൻ Okay, ബുക്ക് okay. എടുക്കാം. Okay, okay, okay. Then all of you write today's date. What's the date? Today? 4th, December 2021. അമ്മയോട് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നത്തെ ഡേറ്റ് ഇടുക. അതിന്റെ താഴെ എന്താണ് എഴുതേണ്ടത്? ഡിക്റ്റേഷൻ അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റ്. ഓക്കെ. റിയാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും all of you take your notebook and pencil. Write. സ്വരാക്ഷർ ലിഖോ. स्वर वर्ण लिखो. Which is that letters? स्वर वर्ण a i i u u r a i o au am a. These are the swarakshar. Right. Write neatly. Don't talk. Write. Yes. സ്വരാക്ഷർ. स्वर वर्ण എന്ന് പറയാം. स्वराक्षर लिखो. आ से आ तक. Abhinav, where are you looking? Abhinav, write fast. മിസ് എന്നാ എഴുതാൻ പറഞ്ഞ? स्वराक्षर लिखो. Aisha Mana, are you finished? മിസ്സേ ഞാൻ ഇപ്പം ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ, ലേറ്റ് ആയി പോയി. Okay, then take your notebook, take back page. Yes. അൻവിത ഫിനിഷ് Very ചെയ്തു. good. Very good. Anvida, read your letters. ആ letters ഒന്ന് വായിച്ചേ. ആ ആ ഇ ഈ ഉ ഊ ർ എ ഐ ഓ ഓ ഔ ഔ. മിസ്സേ എഴുതിക്കോ. എ ഐ എന്ന് കഴിഞ്ഞിട്ടുള്ള letters വായിച്ചേ. എ ഐ. ഫാത്തിമ മിസ് എഴുതിക്കോ. ഓക്കേ, വെരി ഗുഡ്. ഔ ഔ ഔ ആ. Listen. A I O ഔ മിസ്സേ ആ. എഴുതണോ? Then next व्यंजनाक्षर लिखो. व्यंजनाक्षर लिखो. Which are the व्यंजनाक्षर? का खा गा खा ङा, चा छा जा छा ञा, टा ठा डा ठा ना, ता था दा था ना, पा फा बा फा मा. ലുബാബയുടെ കൊമ്പ് മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ, മുഖം കാണുന്നില്ല. എവിടെ ഇരിക്കുന്ന? ചെയറിലല്ലേ? യെസ്.
ചെയറിലാണ് ഡെസ്ക് മേശ ടേബിൾ ചെറുതാന്ന് തോന്നുന്നു. അപ്പൊ കാണില്ല, അവള് കിടന്നിട്ട് എഴുതുന്നേ. കടന്നിട്ടല്ല. ആദിയ ആദിയ ഓക്കെ ഓക്കെ. Then write വ്യഞ്ജനാക്ഷർ. എഴുതി കഴിഞ്ഞു. വ്യഞ്ജനാക്ഷരം എഴുതി കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. സ്വരാക്ഷർ. Then write വ്യഞ്ജനാക്ഷർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോംവർക്ക് എന്താണോ ചെയ്തത് ആ ലെറ്റേഴ്സ് കാ സെ മാ തക്ക്, കാ മുതൽ മാ വരെയുള്ള ലെറ്റേഴ്സ് എഴുതി കാണിക്കണം. എന്നിട്ട് അമ്മമാര് എന്ത് ചെയ്യണം? അമ്മമാര് നല്ല വെരി ഗുഡ് അല്ലെങ്കിൽ സ്റ്റാർ എന്താണ് നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കൊടുക്കണം. ആദിഷ്, are you finished? ഫിനിഷ് ആയോ? വ്യഞ്ജനാക്ഷരം ഫിനിഷ് ആയോ? പിന്നെ നമ്മളിപ്പോ ലെറ്റേഴ്സ് എഴുതിയാൽ ചിലപ്പോൾ തെറ്റിപ്പോകാം അല്ലേ? ലെറ്റേഴ്സ് എഴുതാൻ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം അമ്മമാര്? കുട്ടികളെ എന്താണ് അടിക്കണോ അല്ലേ? തല്ലി കൊല്ലുവോ നിങ്ങൾ ഇന്ന്? ഇത്രയും നാൾ നിന്നോട് അമ്മ പറയും ഇപ്പൊ നിന്നോടല്ലേ ഞാൻ പഠിക്കാൻ പറഞ്ഞത്, എന്നിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു ഇത്രയും നാൾ? പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചോ? അവിടെ എവിടെയും കളിച്ച് നടന്നിട്ട് ഇപ്പം പരീക്ഷ ഇടുമ്പോ ഒന്നും അറിയില്ലാന്ന് പറഞ്ഞിട്ട് അമ്മമാര് അടിയും പിടിയായിരിക്കും അല്ലേ? പക്ഷെ അതൊക്കെ ഒഴിവാക്കണം. നമുക്ക് സ്നേഹിച്ചും പഠിപ്പിക്കാം, അടിച്ചും പഠിപ്പിക്കാം അല്ലേ? പക്ഷെ അടിച്ച് പഠിപ്പിച്ച കാര്യം ഉണ്ടാവില്ല. ഇനിയത്തെ കാലത്ത് നമുക്ക് വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ പഠിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. അത് കേൾക്കില്ല അവര്. അതാണ് അതിനേക്കാളും നല്ല നമുക്ക് സ്നേഹിച്ച് പഠിപ്പിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ എന്ത് ചെയ്യണം? തെറ്റിപ്പോയിട്ടുണ്ടാകാം അല്ലേ? തെറ്റിപ്പോയ ലെറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കണം. ഇപ്പൊ കാ കഴിഞ്ഞിട്ട് അടുത്ത ഖായ് ഏതാ, രണ്ടാമത്തെ ഖായ് ഏതാന്ന് പിടുത്തം ഉണ്ടാവില്ല. ഷുവറാണ്. അല്ലെങ്കിൽ നാലാമത് എഴുതേണ്ട ഖായ് ഏതാന്ന് അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മള് കോളം വരച്ച് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തേതിൽ വരുന്ന ലെറ്റേഴ്സ് ഏതാണെന്ന്, രണ്ടാമത്തെ കോളത്തിൽ വരുന്ന ലെറ്റേഴ്സ് കുറച്ച് ഉറപ്പുള്ള ലെറ്റേഴ്സ് ആണ് അല്ലേ? മൂന്നാമത് വരുന്നത് പാവൽ ലെറ്റേഴ്സ് ആണ്, സോഫ്റ്റ് ലെറ്റേഴ്സ്. നാലാമത് വരുന്നത് കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ളത്, കടുപ്പത്തിൽ പറയണം. അപ്പൊ ആ ലെറ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് നാലാമത് വരുന്ന ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അഞ്ചാമത് വരുന്ന ലെറ്റേഴ്സ് ആണ് ങ, ഞ, ന, ന, മ. അതുകൊണ്ടാണ് മിസ് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഒരു കോളം വരച്ച് ലൈൻ വരയ്ക്കണം ലെറ്റേഴ്സിന്റെ ഇടയിലൂടെ. അപ്പോ ഫസ്റ്റ് ലൈനിൽ വരുന്ന ലെറ്റേഴ്സ് ഏതാന്ന് നമുക്ക് പിടുത്തം കിട്ടും അല്ലേ? എഴുതി എഴുതി പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് വരുന്ന ആ കോളത്തിൽ വരുന്ന ലെറ്റേഴ്സ് ഏതാന്ന് എന്തായാലും മനസ്സിൽ പതിഞ്ഞിരിക്കും എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മൂന്നാമത് വരുന്ന കോളത്തിലുള്ള ഇതാണ് ഡ, ജ, ദ, ബ, അങ്ങനെയൊക്കെ അല്ലേ? ഇപ്പൊ സോഫ്റ്റ് ആയ ലെറ്റേഴ്സ് ആണ് മൂന്നാമത്തെ കോളത്തിൽ വരുന്നത്. നാലാമത്തെ കോളത്തിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെ പൊട്ടി പുറപ്പെടുന്ന പോലെ അല്ലേ? ഖ, ഛ, ഠ, ഥ, ഫ അങ്ങനെ പറയുന്നത്. Anvida finished. Anvida is first. You can read. Ga, 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 ga. Ja, 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 ja. Da, 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 da,
അൻവിത 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 ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞല്ലോ ഡാ 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 എന്നാ പറഞ്ഞേ. അപ്പൊ എല്ലാം ഡായ എഴുതി വെച്ചത് അവിടെ? മൂന്നാമത്തെ ഡായാണോ എല്ലായിടത്തും എഴുതിയത്? അല്ല. എന്നപ്പോ എങ്ങനെയാ വായിക്കാ? ടാ ഫസ്റ്റത്തെ ലെറ്റർ എങ്ങനെയാണ്? ടാ. വട ടായാണ്. ടാ ടമാട്ടർ അല്ലേ? ടമാട്ടർ ടാ. രണ്ടാമത് വരുന്ന മൂന്നാമത് വരുന്നതാണ് ഡാ. അതാണ് നിങ്ങൾ പറഞ്ഞത്. നാലാമത് വരുന്ന കുറച്ച് ഉറപ്പിൽ പറയാം. എല്ലാം ഡായാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോൾ മാ വരെ എല്ലാരും എഴുതിയോ? ഞാനെല്ലാം എഴുതിയവളല്ലേ? ഞാനത് ഇന്ന് എഴുതിക്കാനിരിക്കുക നിങ്ങളെ. Vaiga is first. Okay, Vaiga, read. Lubaba എഴുതിക്കഴിഞ്ഞു. Lubaba is first. Vaiga, Vaiga, Vaiga. I അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ അത് വായിച്ചത് എഴുതാത്തത്? വെരി ഗുഡ്. കണ്ടോ വൈഗ നല്ല പ്രൊനൗൺസിയേഷനിലാണ് വായിച്ച. ഓരോ ലെറ്റേഴ്സിന്റെ ഉച്ചാരണം കറക്റ്റ് ആണ് വൈഗയുടെ. വെരി ഗുഡ് വെരി ഗുഡ്. ഫാത്തിമ ഫെറിൻ ഫസ്റ്റ് ആണ്. ആദിയ ഓക്കെ ഫസ്റ്റ് ആണ് കേട്ടോ. ആദിയ ഫസ്റ്റ് ആണ്. ലുബാബ എഴുതിയ വായിച്ച മോളെ കേൾക്കട്ടെ. ഒന്നുമില്ല, ഫാത്തിമ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞതാണ്. ഐ അവിടെ എഴുതിയിട്ടുണ്ടോ? ആയില്ല ലുബാബ. ഐ അവിടെ എഴുതിയിട്ടുണ്ടോ നോക്ക്. ഓക്കെ ഓക്കെ. ഓന്നാണോ? ഓന്നാണോ? ലുബാബ ലുബാബ കഴിഞ്ഞ ലെറ്റേഴ്സ് ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ചേ. മോളെ എഴുതിയത് വായിക്കണം. അവിടെ ഐ എന്ന് എഴുതിയിട്ടുണ്ടോ മോളെ? 3 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞിട്ട് ഐ ഇല്ല. പിന്നെ എങ്ങനെ അത് വായിക്കാ? കഴിഞ്ഞ ലെറ്റർ വെരി ഗുഡ്. Data datana, tata tatana, papa papama, papa papa. papa. ലുബാബ പാപ്പ പാപ്പമ്മ അല്ല. രണ്ടാമത്തെ ലെറ്റർ എന്താണ്? പായാണ്. എന്നപ്പോ എങ്ങനെ വായിക്കാം? ഓക്കെ ഗുഡ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഉമർ ജാഫർ അല്ല. ആരായിരുന്നു എന്നോട് പറയും? ഫാത്തിമ മെഹർ. ഉമർ പിന്നീടാ പറഞ്ഞു.
ഓക്കെ വെരി ഗുഡ്. ആദിയ, ഉമർ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഉമറാണ് നെക്സ്റ്റ്. Go inside. Go. Okay, very good. ല്ലേ? എവിടെയാണ് നോക്കുന്നേ? ആരാ അവിടെ ഉള്ളത്? അവിടെ ഉള്ളവരൊക്കെ ഒന്ന് മാറിപ്പോയേ. ബുക്കിൽ എഴുതിയ വായിക്കേ. ബുക്കിൽ എഴുതിയ വായിക്കും മോളെ. വായുന്ന് കിട്ടുന്ന പോലെയുണ്ട് പറയുന്നത്. ആരാ അവിടെ തല്ലുന്നത്? ഇങ്ങോട്ട് മാറിയ അമ്മേനെ കാണട്ടെ. അമ്മ തല്ലല്ലേന്ന്. അമ്മേനെ കാണട്ടെ. കുട്ടികളെ അടിക്കരുത്. കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ അടിക്കരുത് നിങ്ങള്. കുട്ടികൾക്ക് തെറ്റിയെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ വിളിക്കുന്നുണ്ട്, ആദ്യം എന്റെ അമ്മേനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. അതാ കുഞ്ഞെന്താ ചെയ്യുന്നേ? ബുക്കിലല്ല നോക്കുന്നേ. അടി വരുന്നുണ്ടോന്ന് ഇങ്ങോട്ട് നോക്കുക, സൈഡിലോട്ട്. ഇല്ല മിസ്സേ, അവളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആദിയ, അവക്കെന്നെ ചിരി. നോക്കി വായിക്കണം കേട്ടോ മോളെ, പഠിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മള് ഫസ്റ്റിൽ എത്തുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കൂട്ടുകാരെല്ലാരും നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കാം. ആദ്യം ഞാൻ എന്തായാലും വിളിക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ അൻവിതയൊക്കെ നോക്കിയാ. അൻവിത എപ്പോഴും അമ്മയായിട്ട് അടിയാ, അറിയോ നിങ്ങൾക്ക്? പക്ഷെ അൻവിത നന്നായിട്ട് പഠിക്കും കേട്ടോ. അവള് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. ആദ്യയുടെ കാര്യത്തിൽ തീരുമാനായിന്ന്. ഉമർ, ആദ്യയുടെ അമ്മ കേട്ടില്ലേ? ഓക്കെ ഉമർ. ഓ ഔ എന്നാണ്. ഔ എന്നാണ് അവിടെ ലെറ്റർ. ഓ ഔ. ഓക്കെ നെക്സ്റ്റ്. ഞാൻ എഴുതിയോ? ഓക്കെ ഓക്കെ വെരി ഗുഡ്. അത് ഇന്നത്തെ ഹോംവർക്ക് ഞാൻ തരാതിരിക്കുവാണ്. ഓക്കെ വെരി ഗുഡ് ഉമർ. നെക്സ്റ്റ് ഇനി ആരാ എഴുതി കഴിഞ്ഞത്? ഏബൽസിന്റെ. ഡെൽവിൻ എഴുതി കഴിഞ്ഞോ? ഷഹല് ആദിശ്രീ എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ. നിതാശ എല്ലാരും എഴുതി കഴിഞ്ഞു. ആദിശ്രീ ഫസ്റ്റ് സ്വരാക്ഷ വായിച്ചേ. നെക്സ്റ്റ് ഷഹലാണ്. ആദിശ്രീ അൺമ്യൂട്ടാ മോളെ, അൺമ്യൂട്ടാക്ക്. മോള് മ്യൂട്ടാണ്.
I au o au a ka ka ga ka nga cha cha ja cha nya tha tha da tha na ta 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 ba ta ta da ta na fa ta fa ba ba ma. Okay, very good. Next, Shahal. A I U E I o au a. Okay. A I മോനെ A I O ഔ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ നിതാശ മതി. നിതാശ എനിക്ക് ആ സ്വരാക്ഷരങ്ങളൊന്ന് വായിച്ചു കേട്ടാ മതി എല്ലാരും. അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോവാം. A I U E ഇല്ലല്ലോ. A I O ഔ a. Okay, very good, very good, very good. Bus. Next, Abel. A I U E I O ഔ ഔ a. അതെ ഏബലിന്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ. A I O ഔ അത് അവിടെ എഴുതുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇറ് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് എഴുതുമ്പോൾ എല്ലാ പേരൻസും ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ആ ലെറ്റേഴ്സ് മലയാളത്തിലെ പോലെ അവിടെ ഒരു ലെറ്റർ ഇല്ല, പക്ഷേ ഇവിടെ വായിച്ച് പഠിച്ചത് ഇങ്ങനെയാണ് എ ഐ എന്ന് അല്ലേ. എ എന്നുള്ള ആ രണ്ട് ലെറ്ററും ആ ഒരു ലെറ്ററേ ഉള്ളൂ. ഏതാണ്? എ എന്ന ലെറ്റർ. അതുപോലെ ഓ എന്ന് പറയുമ്പോൾ ആ രണ്ട് ലെറ്ററും ഹിന്ദിയിൽ ഒരു ലെറ്ററേ ഉള്ളൂ, ഓ. അപ്പൊ എ ഐ ഓ ഔ തന്നെ വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് എഴുതാ ചിലപ്പോൾ നമ്മൾ എ ഐ എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ കിട്ടില്ല. അപ്പം ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതാൻ അവരവിടെ. ഓക്കെ ഡെൽവിൻ നെക്സ്റ്റ്. ഡെൽവിൻ പറഞ്ഞ തെറ്റാണ്. ഡെൽവിൻ പറഞ്ഞ തെറ്റാണ്. ഇങ്ങോട്ട് വായിച്ചേ, എഴുതിയത് വായിച്ചാ മതി. എനിക്ക് ആ തൊട്ട് വായിച്ചേ. ഇറ് കഴിഞ്ഞിട്ട് ലെറ്റർ വായിച്ചേ. ഇറ് കഴിഞ്ഞിട്ട് ലെറ്റർ വായിച്ചേ. എ കറക്റ്റ് ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ 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 ബസ് ബസ്. നെക്സ്റ്റ് ആരാണ്? ഷഹൽ എന്തോ എന്നോട് പറഞ്ഞല്ലോ, കേട്ടില്ല. റിയാൻ, ആർ യു ഫിനിഷ്? സ്വരാക്ഷർ പറയാൻ പറ്റുമോ? ഷഹൽ എന്താണ് പറഞ്ഞത് മോനെ എന്നോട്? അന്നെ എന്തെങ്കിലും ആദിശ്? അതെയോ? ഓക്കെ, യു ക്യാൻ ഗോ. ഞാൻ ആരെ ഇപ്പൊ വിളിച്ചേ? ആദിഷ്. only 5 minutes. ആദിഷ് ഫസ്റ്റ്, റിയാൻ സെക്കൻഡ്. ഓക്കെ സ്വരാക്ഷർ ബോലോ. എന്റെ വീട്ടിൽ തന്നെ നോക്കണ്ട കേട്ടോ, ഇത് എഴുതിയതാണ്. ഓക്കെ ബസ്. ഓക്കെ നെക്സ്റ്റ് റിയാൻ.
ഉ ഊ ഇറ് ഏ കഴിഞ്ഞിട്ട് ഏ കഴിഞ്ഞിട്ട് ഓ ഇത് ഏ ഐ ഓ അമ്മ ആഹ ഓ അമ്മ ആയോ? അൻവിത കണ്ടു. ആഹ അഹാന്ന് പറയണ്ട മോനെ, ആന്ന് വായിച്ചാ മതി. ആ 2 ഡോട്ട് ഹ എന്നാണ് ഉച്ചാരണം, അതവിടെ സൈലന്റ് ആയിട്ടിരിക്കട്ടെ. ആന്ന് വായിച്ചാ മതി. റിയാൻ റിയാൻ എ ഐ ഓ ഔ ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ആയിഷ മന. ഏതൻ ജെ മാറ്റി എഴുതിയോ? ആയിഷ കഴിഞ്ഞു. yes go. Miss, may I go to toilet? yes. അപ്പൊ അതാണ്, നമുക്ക് ഒരാൾക്ക് ടോയ്ലറ്റ് പോകാൻ ചോദിച്ചാൽ പിന്നെ അങ്ങോട്ടായി. ഇവിടെ 1ാം ക്ലാസ്സിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, ഒരു ടീച്ചർ ക്ലാസ്സിൽ പോകുമ്പോൾ തുടങ്ങും മേ ഐ ഗോ ടു ടോയ്ലറ്റ്, പിന്നെ നോക്കുമ്പോ ആരും ഉണ്ടാവില്ല അവിടെ, എല്ലാവരും ടോയ്ലറ്റിലായിരിക്കും. അടുത്ത ടീച്ചർ പോകുമ്പോഴും ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ ലാസ്റ്റ് ടീച്ചർ അവിടെ ആയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ബെല്ലടിക്കുകയും ചെയ്യും. ഓക്കെ, ആരാ ഇപ്പൊ വായിച്ചത്? ഏതൻ? ആരാ? ആയിഷ അമ്മനെ വായിച്ചോ? ആയിഷ അമ്മനെ വിളിച്ചിട്ട് വാട്ടോ. ഏതൻ? I U A O ഓക്കെ, ഏ ഐ എന്നാട്ടോ മോനെ. ഓക്കെ, ആയിഷ അൺമ്യൂട്ട് ചെയ്തോ. A I U R E I O A. ഓക്കെ, വെരി ഗുഡ്. Kaka. ഓക്കെ ഓക്കെ, മുഹമ്മദ് റഫാൻ. ഷാസിലിനെ വിളിച്ചില്ല അല്ലെ? ഷാസിലുണ്ട്. പിന്നെ ആരാണ്? ഷാസില് നിതാശ വായിച്ചില്ല. ബാക്കി എല്ലാവരും ആയില്ലേ? 1 മിനിറ്റേ ഉള്ളൂ, വേഗം വായിച്ചോ. ഓക്കെ, റഫാൻ. മുഹമ്മദ് റഫാനെ ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ ഇപ്പോ. അൺമ്യൂട്ട് ചെയ്ച്ച മോനെ. പിന്നെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്യാം. ഒരു പേജിലായിട്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എഴുതി വായിക്കും മോനെ. ഇത് എന്താ ഇവൻ എഴുതി വെച്ചിരിക്കുന്നേ? അതുപോലെ ഞാൻ ഹോംവർക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഹിന്ദി ലെറ്റേഴ്സ് എഴുതേണ്ടത്. ഹിന്ദി വർണ്ണമാല എന്ന് പറഞ്ഞ് ഞാനിപ്പോ എങ്ങനെ എഴുതി കാണിക്കുന്നോ അതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, അതായത് വ്യഞ്ജനാക്ഷരങ്ങള് കാക്ക കാക്ക ങ കഴിഞ്ഞ് അവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്പേസിൽ താഴത്തെ ച എഴുതരുത്. ചാച്ചാചാച്ചന് നെക്സ്റ്റ് ലൈനിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അവർ ടൈം ഈസ് ഓവർ. ശാസ്ത്രി ഒന്ന് സ്പീഡിൽ വായിച്ചു തരാമോ? റഫാൻ അൺമ്യൂട്ട് ചെയ്യുന്നില്ലോ. A I U R E I O A. വെരി ഗുഡ്. Kaka. ഓക്കെ ബസ്. നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ് വരുന്നത്. മിസ് ഇത് ക്ലാസ് ഗ്രൂപ്പിൽ ഇടാട്ടോ. കേട്ടോ, ഇത് ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങൾ അത് നോക്കിയിട്ട് നോട്ട് ബുക്ക് നല്ല ഭംഗിയായിട്ട് എഴുതണേ. ഓക്കെ, ബൈ ബൈ. മുഹമ്മദ് റഫാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ മോനെ? ഇപ്പൊ ക്ലാസ് കട്ടാവും. Bye bye. See you. വായിച്ചോളൂ, വായിച്ചോളൂ. ഐ ഓ ഔ ആ ഔ റഫാൻ വ്യഞ്ജനാക്ഷരങ്ങൾ കൂടെ എഴുതിച്ചിട്ടുണ്ട് ഇന്ന്, അതുകൂടെ